സമ്മതിച്ചോളല്ലേ ഇത് കൊത്തി വെച്ചാണ് എങ്ങനെ. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പോകുന്നത് കാഞ്ചിനിയും മൊയ്തീനും അതേപോലെ ബേബിയുടെയും സൂസിയുടെയും ഒരു ജീവിത കഥയിലോട്ടോട്ടെ നമ്മൾ പോകുന്നത്. അതും കൊത്തി വെച്ചൊരു ജീവിത കഥ. അപ്പോൾ ഒന്ന് പോയോക്കല്ല നമുക്ക്. വേറെ എവിടെയല്ല, നമ്മളെ നാട്ടിൽ തന്നെയാണ്. നമ്മൾ കളയവ് അടക്കാക്കും. ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞേക്കന്നെ. കണ്ടന്റ് ക്ഷാമം വന്നോണ്ടും നമ്മളൊന്ന് കണ്ടന്റ് ആക്കാൻ പോയതാണ്. അപ്പോഴറിഞ്ഞ് ഇത് കണ്ടന്റ് അല്ല, അതൊക്കെ മേലുണ്ട്. ഞങ്ങൾ ചെന്നപ്പോൾ ഈ കൊത്തി വെച്ചതൊന്നും കാണില്ലായിരുന്നു. അപ്പോൾ തേച്ചൊരച്ച് കേക്ക് വെള്ളം ഒഴിച്ചിട്ടാണ് ഇതൊക്കെ കണ്ടത്. എന്തായാലും ഈ കൊത്തി വെച്ച ആളെ സമ്മതിക്കണം. ഇങ്ങനെ ഒരു പാറക്കല്ലിൽ കൊത്തി വെക്കണമെങ്കിൽ ചില്ലറ കാര്യമൊന്നുമല്ല. 44 വർഷമായി ഈ ഒരു പാറമ്മ ഇത് കൊത്തി ചെയ്തിട്ടോ. ഇതിൽ കുറേ വട്ടം ഉരുളും കാര്യങ്ങളൊക്കെ വന്നാണ്. എന്നിട്ട് ഈ സാധനം മാഞ്ഞു പോയില്ല. ഇതൊരു മായാതെ ഒരു സൂക്ഷിപ്പായി ഇവിടെ തന്നെ ഉണ്ട്. ഒരു ബേബീൻ്റെ എന്താ പറയുക, കാഞ്ചന മൊയ്തീന് സ്നേഹമൊന്നുമല്ല, അതിൻ്റെ മേലെ അറിയിക്കുന്ന ഒരു അർത്ഥമാണ് ഈ ഇതുമ്മ കൊത്തിച്ചിട്ടുള്ളത്. ഇനിയും ഉണ്ടാവും. ഇതിൽ കുറേ അക്ഷരങ്ങളുണ്ട്. മാഞ്ഞ് നമുക്ക് കറക്റ്റ് വെള്ളം ഒഴിച്ചിട്ടും ഉരച്ചിട്ടൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇതുപോലുള്ള വീഡിയോയുമായി വീണ്ടും കാണാം. ഈ കാഴ്ചകൾ ഇവിടെ തീരുന്നില്ല, അവസാനിക്കുന്നില്ല. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം. ടാറ്റ.